ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ടോമിൻ ജെ തച്ചങ്കരി, ഇപ്പോൾ പ്രൊഫസർ എ വി ജോർജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതിൽ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് അന്വേഷണങ്ങൾ എത്തുന്നില്ല. അവരിലേക്ക് എത്തിയാലും അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് അവർ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ഇവിടെ ഈ സംഭവത്തിൽ കുട്ടികളാണ് ക്യാരിയേഴ്സ് ആയിട്ടുള്ളത്. നൂറുകണക്കിന് കുട്ടികൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതിലുമധികം കുട്ടികൾ ഇത് ഉപഭോഗത്തിനായി വാങ്ങുന്നു. 500 രൂപ ഒക്കെ കൊടുത്ത് കുട്ടികൾ ഇത് വാങ്ങുന്ന സാഹചര്യം അവരെ കൊണ്ട് കൂടുതൽ ദിവസം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ പൈസയുടെ ഷോർട്ടേജ് വരുമ്പോൾ അവരെ ക്യാരിയറാക്കി മാറ്റുക എന്നതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ? ഈ യഥാർത്ഥ ആളുകളിലേക്ക് എത്തുന്നതിന്, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനൊക്കെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ച് കുട്ടികളുമായുള്ള ഇടപെട്ടുള്ള കേസുകളൊക്കെ ആകുമ്പോൾ? ആദ്യമായി ഞാൻ പറയട്ടെ, ഞാൻ വിദേശത്ത് നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, ന്യൂസ് 8നോട് സംസാരിക്കുന്നത്. ഈ വിഷയം കേരളത്തെ നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ അധികം ഭയപ്പെടുത്തുന്നു. അതിഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ റിട്ടയർമെന്റിന് ശേഷം അനേകം വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചു. ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. ഈ രാജ്യത്തൊക്കെ ഇത് കുറേയൊക്കെ നിയമവിധേയമാക്കി. അതായത് ഇതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതിന് പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു മാർഗത്തിലൂടെ പോയത് പരാജയപ്പെട്ട അവസരത്തിലാണ് ഇതിനെ കൺട്രോളായിട്ട് കൊണ്ടുവന്നത്. ഉദാഹരണത്തിന് ഇവിടെ അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളിലെ 25 സംസ്ഥാനങ്ങളിലും ഇത് നിയമവിധേയമാണ്. ഇന്ത്യയിലാകട്ടെ ഇത് നിയമവിധേയമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1900 അവസാന കാലഘട്ടത്തിൽ മിസ്റ്റർ കാന്തിൻ്റെ സമയത്താണ് ഇത് പൂർണ്ണമായിട്ടും ഡ്രഗ്സ് ആക്ട് കൊണ്ടുവന്നു ഇതിനെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന നിങ്ങൾ കഞ്ചാവ് എന്ന് പറയുന്ന ഇവര് വിൽക്കുന്ന 500 രൂപയുടെ സാധനമൊന്നും യഥാർത്ഥത്തിലുള്ള ഒരു കഞ്ചാവോ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു ഡ്രഗോ അല്ലാതെ അത് സിന്തറ്റിക് ആയിട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ കെമിക്കലായിട്ടുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് ഇതിനെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഡീവിയേഷനായിട്ട് പറയാൻ കാര്യം, ഇതിൻ്റെ ഭയാനകത്വം കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല, ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയല്ല, ഇത് ലോകമെമ്പാടും ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അപ്പം ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് പോലീസോ അല്ലെങ്കിൽ എക്സൈസോ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിലൂടെ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല. ഇതിന് ബഹുമുഖങ്ങളായിട്ടുള്ള അപ്രോച്ചുകൾ വേണം. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് നേരിട്ട് ഞാൻ വരുമ്പോൾ, ഞാൻ കേരള പോലീസിൽ ഏതാണ്ട് 38 വർഷക്കാലം ജോലി ചെയ്തു. ഞങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇത് വളരെ ലഘുവായിരുന്നു, കഞ്ചാവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഈ കഞ്ചാവിനേക്കാളൊക്കെ ഉപരിയായിട്ട് സിന്തറ്റിക് ഡ്രഗ്സ്, അതായത് MDMA, അതുപോലെ തന്നെ മോർഫിന്, അതുപോലെ പത്തഡിന്, അതുപോലെ സോമനി പുതിയ നിയമങ്ങളുള്ള കെമിക്കൽ സംഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതാണ് അതിഭയങ്കരമായ രീതിയിൽ മനുഷ്യനെ കൂടുതൽ ബാധിക്കുന്നത്. എന്ന് കരുതി കഞ്ചാവ് കുട്ടികൾ വലിക്കണമെന്നോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണമെന്നോ അവർ തന്നെ നമ്മളുടെ ലഘൂകരിച്ച് കാണുന്നോ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു സ്ഥിതിയിൽ ഇപ്പോൾ ഇതിന് കൺട്രോൾ ചെയ്യാൻ മാത്രമുള്ള അല്ലെങ്കിൽ അന്വേഷണത്തിന് അവസരമുള്ള ഒരു പോലീസ് ഫോഴ്സില്ല. ഏതാണ്ട് 61,000 പോലീസ് ഫോഴ്സാണ്. പിന്നെ എക്സൈസിലാണെങ്കിലും അതിലൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. എനിക്കറിയാം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വേണം ഇതിനകത്ത് നടപടിയെടുക്കാം. ഇൻഫാക്ട് എനി ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കും വേണമെങ്കിൽ ഇതിനകത്ത് കേസ് എടുക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എടുക്കാം, കസ്റ്റംസിന് എടുക്കാം, അങ്ങനെ പല ഏജൻസികൾക്ക് എടുക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു കേസ് ഇതിൻ്റെ അതിഭയങ്കരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കഠിനമായിട്ടുള്ള ശിക്ഷ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വന്ന് ഞാൻ താമസിക്കുന്നത് തമ്മനത്താണ്, വൈറ്റിലൽ. അതിനടുത്ത് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ മുമ്പിൽ വൈകുന്നേരങ്ങളിൽ ചെന്നപ്പോൾ, രാത്രി സമയങ്ങളിൽ ചെന്നപ്പോൾ, ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ടത് വളരെയധികം ചെറുപ്പക്കാര് ഡ്രഗ്സ് അടിച്ച് അതുവഴി ഇങ്ങനെ നടക്കുന്നു. സ്ത്രീകളൊക്കെ ഇങ്ങനെ പോലീസ് വരുന്നു, നീ എന്നാ ചെയ്യാനാടാ, നീ നിന്റെ പാട്ടിന് പോടാ. കാരണം അവരെ അടിച്ച ഒരു രീതിയിൽ അവർക്ക് ഓർമ്മയില്ല. അപ്പോൾ പോലീസുകാരെ നോക്കി നിൽക്കുക. കാരണം ഇവരെ അപ്പം പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ പൊസഷൻ ഇല്ല. പൊസഷനകത്തോളം കാര്യം ഇവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇവരുടെ വലിയൊരു FIR ഇടാൻ പറ്റില്ല. FIR ഇട്ട് കഴിഞ്ഞാലും പിന്നെ അതിന് ശേഷമുള്ള നടപടികളകത്ത് ഈ കുട്ടികൾ ഈ അണ്ടർ ഇൻടോക്സിക്കേഷൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ മനുഷ്യാവകാശമുണ്ട്, മറ്റ് ഏജൻസികളുണ്ട്, പുലിവാലായി.
അപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് ഇതൊന്ന് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നതിനെ വരെ നിന്ന് ഒന്ന് കയ്യേ കാലെ വിളിച്ച് വീട്ടിലെ വിളിച്ച് ആരെയും വിളിച്ച് പറഞ്ഞു വിട്ടുന്ന ഒരു രംഗമാണ് ഞാൻ അവിടെ കണ്ടത്. ഞാനതിന് കുറ്റകൃത്യമായിട്ട് പറയാൻ കരുതുന്നത്, കാരണം അവരെ ഒരു കൺട്രോളും വെഹിക്കിളുണ്ട്, അവരെ മിനിസ്റ്റർക്ക് പൈലറ്റ് പോകണം, ഇതേ സമയം വേറെ എവിടെയെങ്കിലും ഒരു അടിപിടി ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം, അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന കുട്ടികളുടെ കാര്യം നോക്കണം. ഒരു കേസെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി ഒത്തിരി പേപ്പർ വർക്കാണ് അതിൻ്റെ അവസാനം വരെ. പിന്നെ ഇതിനകത്ത് ഒത്തിരി മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒത്തിരി പ്രീകോഷൻസ്, അല്ലെങ്കിൽ അതിനകത്ത് ഒത്തിരി നിബന്ധനകൾ നിയമം വെച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇവരെ പരിശോധിക്കുമ്പോൾ ലേഡി ആണെങ്കിൽ ലേഡി ഓഫീസർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം ഉണ്ടാകണം. അതിനുശേഷം ഇതിൻ്റെ ക്വാണ്ടിറ്റിയെക്കുറിച്ച് പ്രൊഫസർ നേരത്തെ സംസാരിച്ചു. അങ്ങനെ അനേകം ഇതിൻ്റെ സാമ്പിൾ എടുക്കുന്നു, അത് സീൽ ചെയ്യുന്നു, അത് അയക്കുന്നു, അത് പിന്നെ കെമിക്കൽ എക്സാമിനർക്ക് അയക്കുന്നു. അവിടെ വളരെ നീണ്ട ഒരു ക്യൂ കിടക്കുന്നു, അവിടുന്ന് പരിശോധനാ ഫലം വരുന്നില്ല. പരിശോധന ഫലം വന്നു കഴിഞ്ഞ് കോടതിയിൽ ഇത് ക്യൂവിൽ പോകുന്നു. 10-20 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കോടതി ശിക്ഷ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഒരേ ഒരു നൂലപാടുകളുണ്ട്. എന്തിനാ ഇതെന്നുള്ള നിലയിൽ വളരെ 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 ഭീകരമായിട്ടുള്ള കേസുകൾ മാത്രമേ പോലീസ് എടുക്കുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വിൽക്കൊണ്ടിരിക്കുന്നവർക്കും ഇത് വലിയൊരു വളമായിട്ട് മാറുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ന്യൂസ് 18 കൊണ്ടുവന്ന ഈ തീരുമാനത്തിൽ തന്നെ ആ കുട്ടി വന്ന് പറയുന്നു, കുട്ടിയുടെ മാതാപിതാക്കൾ ഇൻട്രസ്റ്റ് എടുക്കുന്നു. എനിക്ക് 1-2 കേസുകൾ അറിയാം. ഞാൻ എറണാകുളം ബേസ് ചെയ്തുള്ളൊരു ജോലിയിലിരിക്കുമ്പോൾ അവിടെ ഗൾഫിൽ നിന്നുള്ള ഒരമ്മയും അപ്പനും മോനെ എഞ്ചിനീയറിംഗ് പഠിക്കുക പൈസ അയക്കുകയാണ്. അപ്പോൾ അവൻ പഠിക്കാൻ വേണ്ടി ആ പൈസയുടെ ചുറ്റുപാടും പൈസ ഇല്ലാത്ത വീട്ടിലെ കുറച്ച് പിള്ളേർ നിന്നിട്ട് ഇവൻ ഫോറിനിൽ നിന്ന് പൈസ വരും, അത് ഈ പൈസ ഇല്ലാത്ത പിള്ളേർക്ക് കൊടുത്ത് അവന്മാരിത് മേടിച്ചുകൊണ്ട് വരും, സ്ഥിരം വലിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനെയൊക്കെ മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ വളരെ സമയം എടുക്കുന്നുണ്ട് ഇതിൻ്റെ വിഡ്രോവൽ സിംബം വരാനും അവരെ നിന്ന് തിരിച്ചു കൊണ്ടുവരാനും. ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ കാതലായ സബ്ജക്റ്റിലേക്ക് വരികയാണ്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തിൽ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം, ഇതിനെ കൺട്രോൾ ചെയ്യാനായി ഇതിന് നിയമപരമായിട്ടുള്ള ചില ഒരു ആക്സസ് കൊടുക്കണം. ഇപ്പോൾ തായ്ലൻഡ് രാജ്യത്ത് ഇപ്പം ഫസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ടു ലീഗലൈസ് ഇറ്റ്. അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ അനേക സ്ഥലത്ത് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിലിറ്റിയെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ആൽക്കഹോൾ തന്നെ പൂർണ്ണമായിട്ട് ഇവിടെ നിരോധിച്ച സംഭവിക്കുന്നതിന് വ്യാജമദ്യ കേസുകൾ ഉണ്ടാകുന്നു, എല്ലാം അങ്ങനെ സംഭവം ഉണ്ടാകുന്നു. ആ തരത്തിലുള്ളൊരു നിയമനിർമ്മാണം കൊണ്ടുവരേണ്ട കാലഘട്ടത്തിലേക്കാണ് ഇന്ത്യ ലെവലിൽ പോകുന്നത്. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ല, എക്സൈസ് സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും നാർക്കോട്ടിക്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സബ്ജക്റ്റാണ്. അതിനെ പറ്റിയുള്ള ചർച്ചകൾ വരണം. ഒന്നത് അത് വരാൻ സമയം എടുക്കുന്നിടത്തോളം കാലം ഇതിൽ കൂടുതലായിട്ടും വേണ്ടത് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ അധ്യാപകർക്കും ഒരു ബന്ധമാണ്. ഇവരൊക്കെ ഇത് വലിക്കുന്നവരാണെങ്കിൽ 1-2 വലി കഴിയുമ്പോൾ തന്നെ മാതാപിതാക്കൾക്കും അറിയാൻ പറ്റും, കൂട്ടുകാർക്കും അറിയാൻ പറ്റും, അധ്യാപകർക്കും അറിയാൻ പറ്റും വലിക്കുന്നവനാണ്. പക്ഷെ അവരൊക്കെ ഇത് അവഗണിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി, ഈ നമ്മുടെ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഒക്കെ തകർന്നല്ലോ. ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ വേസ്റ്റും അതുപോലെ തന്നെ എന്തുമാകാം ആർക്കുമാകാം സാൻമാർഗികത എന്നുള്ളതൊക്കെ ഒരു അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്കൊക്കെ ഇറങ്ങിയാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് സ്വപ്നത്തിൽ കാണാൻ പറ്റാത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെറുപ്പക്കാരൊക്കെ നടക്കുന്നതും. വൈകുന്നേരങ്ങളിൽ ആർട്ടിച്ച് ലഹരിയുടെ നിയമപരമായും അല്ലാത്ത രീതിയിലുള്ള ലഹരികളൊക്കെ നടക്കുന്നതൊക്കെ, അതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോയാൽ നമ്മളോട് പറയും, നിങ്ങൾ ഓൾഡ് ജനറേഷനാണ്, ന്യൂ ജനറേഷൻ ഇങ്ങനെയല്ല, ഇതിവിടെ അലൗഡാണ്, ഇത് നമുക്കാണ്, നിങ്ങൾ പഴയ തലമുറക്കാരാണ് എന്ന് പറഞ്ഞ് നമ്മളെ പുച്ഛിക്കുന്ന രംഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അധികം ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ഞാനിവിടെ മറ്റു ചർച്ചയിൽ പങ്കെടുക്കേണ്ടവരുമുണ്ട്. അപ്പം ഇതിനെ സംബന്ധിച്ച് നമ്മൾ എത്ര ചർച്ച ചെയ്താലും എത്ര പൊടുന്നതിനെതിരെന്നൊരു പ്രശ്നമല്ല ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്.